ഇവിടയിൽ കുറച്ച് ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. പ്രത്യേകിച്ച് അമേരിക്കയിൽ 43 ദിവസത്തെ ഷട്ട് ഡൗണിന് ശേഷം ഗവൺമെൻറ് റീ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പം ട്രംപിൻ്റെ ആ ഒരു അഡ്മിനിസ്ട്രേഷനിൽപ്പെട്ട എല്ലാവരും കൂടി ചേർന്ന് കൈയടിച്ച് പാസ്സാക്കി ഗവൺമെൻറ് റീ ഓപ്പൺ ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള സെലിബ്രേഷൻ മോഡോടുകൂടി ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം കുറേ ഈ വോളണ്ടറി ആയിട്ട് ലീവിൽ പ്രവേശിച്ച കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാം മടങ്ങി തിരികെ ജോലിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. പക്ഷേ ഈ VRS എടുത്ത് വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്ത് പോയ ആൾക്കാരുടെ കാര്യത്തിൽ ജോലി സ്വയമേ വിരമിച്ച് പോയ ആൾക്കാരെ പിന്നെ തിരികെ എടുക്കുന്ന പരിപാടിയില്ല. അതെന്തായാലും പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ കയ്യടിയും ആഹ്ലാദവും ഈ സന്തോഷ പ്രകടനവും ഇതെല്ലാം കണ്ടിട്ട് ശരിക്കും നോർത്ത് കൊറിയയുടെ കിം ജോങ് ഉൻ ഉണ്ടല്ലോ, പുള്ളിക്കാരനെ കമ്പയർ ചെയ്താണ് ട്രംപിൻ്റെ വീഡിയോകൾ മൊത്തം സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. അതായത് സ്വയമേ പ്രഖ്യാപിക്കുക, സ്വയമേ, അതായത് പ്രൊക്ലമേഷൻ, ഡിക്ലറേഷൻ, സെലിബ്രേഷൻ, സെൽഫ് അപ്രിസിയേഷൻ, ഇതൊക്കെയാണ് പുള്ളിക്കാരൻ്റെ പ്രവൃത്തി എന്നുള്ള രീതിയിലുള്ള ചില വാചകങ്ങളൊക്കെ ടാഗ്ലൈനൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം ഒരു സൈഡിൽ കിം ജോങ് ഉൻ വരുമ്പോഴത്തേക്കും പേടിച്ചിട്ട് ആൾക്കാരൊക്കെ കൈതട്ടുന്ന ആ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് മെത്തേഡിൽ ആ മാതൃകയിലാണ് ട്രംപിൻ്റെ ഈ ഒരു ഷട്ട് ഡൗൺ പ്രൊസീജിയറിനെ ഒരു വിഭാഗം ആൾക്കാർ നോക്കിക്കാണുന്നത് അമേരിക്കയിൽ. തീർച്ചയായിട്ടും ട്രംപ് അനുകൂലികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ ഭാഗത്തു നിന്നും ഒരുപാട് പോസിറ്റീവായിട്ടുള്ള പോസ്റ്റുകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സെനറ്റിൽ ഈ ബില്ല് പാസ്സാക്കുകയാണ്. ഈ ബില്ല് പാസ്സാക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ അമേരിക്കയിൽ മുന്നോട്ട് പോവാണ്. സ്റ്റോക്ക് മാർക്കറ്റൊക്കെ വളരെ നല്ല രീതിയിൽ ഗുഡ് സൈനാണ് കാണിച്ചത്. അമേരിക്ക വീണ്ടും റീ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇത് ഒരു ഗുഡ് ന്യൂസ്. ബ്ലൂംബർഗ് ഉൾപ്പെടെയുള്ള യൂറോപ്പ്, അമേരിക്കയിലുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ സെലൻസ്കിയുടെ വിഷയത്തിൽ വിമർശനാത്മകമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. കാരണം ഉക്രൈൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്ന കറപ്ഷൻ, അത്രമാത്രം കറപ്റ്റഡ് ആണ് ഉക്രൈൻ. സെലൻസ്കിക്ക് എടുക്കേണ്ടി വന്ന ചില തീരുമാനങ്ങൾ, പുള്ളിക്കാരൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ തന്നെയുള്ള 2 മന്ത്രിമാരെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യേണ്ടി വന്ന സാഹചര്യം, ഇതൊക്കെ തന്നെ സെലൻസ്കിയുടെ ഒരു ഗുഡ് നോട്ട്. സെലൻസ്കിക്ക് ഗുഡ് നോട്ടൊന്നുമില്ല. ഈ യൂറോപ്യൻസിന്റെ അവരുടെ താല്പര്യത്തിനൊത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ സെലൻസ്കി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വാലിഡിറ്റി കൊടുത്തുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇത്രയും നാളും സെലൻസ്കി ഈ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. പക്ഷേ മാധ്യമങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ബ്ലൂംബർഗൊക്കെ തന്നെ ഇന്ന് എഴുതി തുടങ്ങിയിട്ടുണ്ട്. സെലൻസ്കിയെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടുള്ള റൈറ്റിംഗ്സ് ഒക്കെ ഇപ്പം ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ റഷ്യയും ഉക്രൈനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. റഷ്യ കുറേ ഷാഹിദ് ഡ്രോൺ ഉക്രൈൻ്റെ മേളിൽ പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷാഹിദ് ഡ്രോണിനെ എങ്ങനെയാണ് ഞങ്ങൾ ന്യൂട്രലൈസ് ചെയ്യുന്നത് എന്ന വീഡിയോ ഉക്രൈൻ്റെ ഭാഗത്ത് നിന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാനിവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഷാഹിദ് ഡ്രോണിനെ അടിച്ച് നിലം പതിപ്പിക്കുന്ന ഒരു വീഡിയോ ഇവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട്. ഈ രീതിയിലുള്ള മോട്ടിവേഷണൽ, അതായത് ഉക്രൈനിലുള്ള ജനങ്ങൾക്ക് ഇത് കാണുമ്പോഴത്തേക്കും ഒരു ആത്മവിശ്വാസം കിട്ടണം. ആ രീതിയിലാണ് ഞങ്ങളുടെ കേപ്പബിലിറ്റി, മിലിറ്ററി കേപ്പബിലിറ്റി. ഞങ്ങൾ യൂറോപ്പിനേക്കാളും വലിയ രീതിയിലുള്ള, നാറ്റോയെക്കാളും വലിയ രീതിയിലുള്ള മാനുഫാക്ചറിംഗ് ആണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ആയുധ ഉൽപ്പാദന ശേഷിയിൽ ഞങ്ങൾ നാറ്റോയും യൂറോപ്പിനെയും മറികടക്കുന്ന രീതിയിലുള്ള ഒരു കപ്പാസിറ്റി ഞങ്ങൾ നേടിയിട്ടുണ്ട് എന്നാണ് ഉക്രൈൻ്റെ വാദം. സെലൻസ്കിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റുകളെല്ലാം പറയുന്നത്. അപ്പോൾ ഇതാണ് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. ഇനി നമ്മൾ നേരെ ബംഗ്ലാദേശിലേക്ക് വന്നു കഴിഞ്ഞാൽ അവാമി ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ അവരൊരു പ്രതിഷേധ പ്രകടനം, ഇന്നാണ് അവർ ആ പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. ഇന്നലെ രാത്രി മുതലേ ഈ പ്രതിഷേധത്തിൻ്റെ അലയൊലികൾ നമുക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ അത് റോഡിൽ അവർ ഭയങ്കരമായിട്ട് തീപ്പന്തമൊക്കെ കൊളുത്തിക്കൊണ്ട് നിന്ന് പ്രതിഷേധം നടത്തുകയാണ് ചെയ്തത്. അതായത് ഈ കടകൾക്കും സ്ഥാപനങ്ങൾക്കൊന്നും ഇത്തവണ തീയിട്ടില്ല. അതിനു പകരം അവർ വളരെ ശാന്തമായ രീതിയിൽ തന്നെയാണ് ഈ പ്രതിഷേധം നടന്നത്. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഇതിൻ്റെ രൂപം മാറുന്നതാണ് നമ്മൾ കണ്ടത്. അതായത് ട്രാൻസ്പോർട്ടേഷൻ, അതാണ് അവർ ഏറ്റവും കൂടുതൽ ഇന്ന് തടഞ്ഞത്. റെയിൽ ഗതാഗതം, അതേപോലെ തന്നെ റോഡ് ട്രാൻസ്പോർട്ടേഷൻ, ഇത് ഫുള്ളി നിശ്ചലമാക്കിയിട്ടുണ്ടായിരുന്നു ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ. ഒരു തരത്തിലും മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ബംഗ്ലാദേശ് ഇന്ന് ചലനമറ്റിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവാമി ലീഗാണ് ഈ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഞാൻ 2 ദിവസത്തിന് മുമ്പേ എൻ്റെ വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂനസിനെതിരെയുള്ള പ്രതിഷേധം, ഗ്രാമീൺ ബാങ്കിന്റെ ഫ്രണ്ടിൽ ഒരു പൊട്ടിത്തെറി സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യയിൽ നവംബർ 10-ാം തീയതി ഇന്ത്യയിൽ ഒരു സ്ഫോടനം നടന്ന സമയം, നവംബർ 10-ാം തീയതി ഇന്ത്യയിൽ ഡൽഹിയിൽ റെഡ് ഫോർട്ടിന്റെ അവിടെ ഒരു സ്ഫോടനം നടന്നതിന് ആ സെയിം ഡേറ്റിൽ തന്നെയാണ് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും പൊട്ടിത്തെറി ഉണ്ടായത്. അപ്പോൾ അന്ന് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് യൂനസിനെതിരായതുകൊണ്ടാണ് ഗ്രാമീൺ ബാങ്കിന്റെ മുന്നിൽ ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടായത്. യൂനസിൻ്റെയാണ് ഈ ബാങ്ക്, ഗ്രാമീൺ ബാങ്ക്. അമേരിക്കയുടെ സഹകരണത്തോടു കൂടി യൂനസ് സ്ഥാപിച്ചതാണ് ഈ ഗ്രാമീൺ ബാങ്ക്. ഇതുമായിട്ട് ഒരുപാട് ഫണ്ടൊക്കെ എടുത്ത് ഹിലറി ക്ലിൻ്റൻ്റെ ഇലക്ഷൻ്റെ സമയത്ത് യൂനസ് ഫണ്ട് കൊടുത്തിട്ടുണ്ട് ഹിലറി ക്ലിൻ്റൺ ഫൗണ്ടേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉള്ള ആളാണ് യൂനസ്. അപ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ബംഗ്ലാദേശികൾക്ക് തന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. കാരണം എന്താ വെച്ചാൽ ഒരു ഇമീഡിയറ്റ് ഇലക്ഷനൊക്കെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ യൂനസ് ഒരു പക്ഷേ ഇലക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയായിട്ട് ബംഗ്ലാദേശിൽ തുടർന്നേനെ. പക്ഷേ യൂനസിന് അബദ്ധം പറ്റി കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ നടത്താതെ തന്നെ നീട്ടി കൊണ്ടുപോയി കസേരയിൽ ഇരിക്കാം, ഇങ്ങനെ സുഖിച്ചിരിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണിച്ച ഒരു പാളിച്ച. അപ്പോൾ ഈ പാളിച്ച പറ്റിയത് ശരിക്കും പറഞ്ഞാൽ അബദ്ധമായിട്ട് ഇപ്പോൾ യൂനസിന് മനസ്സിലാകുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ ഇലക്ഷൻ വെച്ച് കഴിഞ്ഞാൽ യൂനസ് വിജയിക്കില്ല. ഇനി BNP പാർട്ടിയും അവാമി ലീഗ് പാർട്ടിയും മത്സരിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അവാമി ലീഗിന് ഈ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ സംഘടിപ്പിക്കാൻ സാധിച്ചുവെങ്കിൽ അത്
ഏതാണ്ട് ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഇരുന്ന അവാമി ലീഗിന്റെ ഒരു അവസ്ഥയല്ല ഇന്ന് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും ഷേഖ് ഹസീനയ്ക്ക് ഒരു ബ്രീത്ത് എടുക്കാം. ആ രീതിയിൽ കാര്യങ്ങൾ മാറി മറിയുന്നുണ്ട് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ. ഈ ജെൻസി കിഡ്സ് ഒക്കെ ആയിട്ട് ഇവർ പ്രൊട്ടസ്റ്റ് ഒക്കെ തുടങ്ങി ഭയങ്കരമായിട്ട് ആ രാജ്യത്തിനെ അങ്ങ് മാറ്റിമറിച്ച് കളയും എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ പുരോഗതികൾ കൊണ്ടുവന്ന് കളയും. അവാമി ലീഗ് നേതാവായിട്ടുള്ള ഷേഖ് ഹസീന എന്തൊക്കെയോ ഇവിടുന്ന് മോട്ടിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾക്കൊക്കെ ഇന്ന് മുനയൊടിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ യൂനസ് ഭരണത്തിൽ കയറിയിരുന്നിട്ടും ഈ സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റ് നടത്തിയ സമയത്ത് പറഞ്ഞിരുന്ന പ്രോമിസ് പോലെ കാര്യങ്ങളൊന്നും തന്നെ മുന്നോട്ട് നീങ്ങുന്നില്ല. ഒറ്റ ലൈനിൽ പറഞ്ഞു കഴിഞ്ഞാൽ യൂനസ് കയറിയിരുന്നിട്ടും ഒരു മെച്ചമൊന്നുമില്ല. അവാമി ലീഗ് ഭരിച്ചിരുന്ന സമയത്ത് ഷേഖ് ഹസീന വെച്ചിരുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ അതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇന്നത്തെ ഗവൺമെന്റ് പൂജ്യമാണ്. ഇതൊരു താൽക്കാലികം എന്ന് പറഞ്ഞാൽ അട്ടർ ഫ്ലോപ്പാണ് ഈ സർക്കാർ. അത് ജനങ്ങൾക്കും കുറച്ച് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ മതത്തിന്റെ ഒരു സപ്പോർട്ട്, ആ ഒരു റിലീജിയസ് സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. കാരണം ഈ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഗ്രാസ് റൂട്ടിൽ വില്ലേജ് തോറും സെക്ടേറിയൻസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ടീമുകളാണ് ഈ ജമാഅത്ത് ഇസ്ലാമി. വില്ലേജ് തലത്തിൽ അവർക്ക് പ്രവർത്തകരുണ്ട്, അവർക്ക് സംഘടനകളുണ്ട്. ഈ സംഘടനാ പ്രവർത്തനമാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് ഇത്രമാത്രം ഡോമിനേഷൻ കിട്ടാനുള്ള സാഹചര്യം. അവാമി ലീഗ് പറഞ്ഞിരുന്നത് ഒറ്റ ദിവസത്തെ പ്രതിഷേധമാണ്, അത് ഇന്നോടുകൂടി തീരുവാണ്. ഇനി നാളെ ഇതിന്റെ തുടക്കം ഉണ്ടാവുമോ, ഇത് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യം ബംഗ്ലാദേശിൽ ഇതാണ്. ആ ഫുട്ടേജസ് ആണ് ഞാനിവിടെ സൈഡിൽ വെച്ചിരുന്നത്. അപ്പോൾ ഇതാണ് ബംഗ്ലാദേശിന്റെ അവസ്ഥ. ഇനി നമ്മൾ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ US വളരെ നിർണായകമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ചകളാണ്. പ്രത്യേകിച്ച് ട്രേഡ് നെഗോസിയേഷൻ, ഇതേപോലെ ട്രംപ് ഇന്ത്യയെ വിളിച്ചിട്ട് നെഗോസിയേഷൻ ചെയ്യാമെന്നുള്ള രീതിയിലുള്ള കോൾ ഫോർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ചർച്ചകളൊക്കെ മുന്നോട്ട് നടക്കുന്നുണ്ട്. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ചർച്ചയാണ് നടക്കുന്നത്. നമ്മളുടെ അതായത് ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ ഭാവിയിലെ ട്രേഡ് എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള നിർണായകമായിട്ടുള്ള തീരുമാനമെടുക്കേണ്ട ഒരു സിറ്റുവേഷനിലാണ് ചർച്ച മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം പാകിസ്ഥാൻ എങ്ങനെയാണ് ഇത്രമാത്രം ധൈര്യം ഉണ്ടാവുക ഇന്ത്യക്കെതിരെ ഈ രീതിയിലുള്ള തീവ്രവാദ ആക്രമണങ്ങൾ തുടരെ നടത്താൻ വേണ്ടിയിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു വിഷയമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ സംഘടനകളെ നിയന്ത്രിക്കുന്ന ISI, പാകിസ്ഥാന്റെ ISI. കാരണം ഈ ഇന്ത്യക്ക് ചുറ്റുപാടും കിടക്കുന്ന ജയ്ഷ് എന്ന് പറഞ്ഞ സംഘടന, അതേപോലെ ഈ ലഷ്കർ എന്ന് പറഞ്ഞതൊക്കെ പാകിസ്ഥാന്റെ പ്രോക്സികളാണ്. അപ്പോൾ ഇവർ അന്താരാഷ്ട്ര തലത്തിൽ ഇത് അതിർത്തിക്കപ്പുറമുള്ള തീവ്രവാദമല്ല, ഇത് ശരിക്കും അന്താരാഷ്ട്ര തലത്തിലുള്ള തീവ്രവാദമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നടപടിയാവില്ല. നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എവിടെ നിന്നാണ് ഇന്ത്യക്കുള്ളിൽ പൊട്ടിത്തെറി വരാനുള്ള സാഹചര്യം എന്നുള്ളത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി തന്നെ 4 വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ചില എക്സ്പേർട്സ് ഒപ്പീനിയൻ ഉണ്ട്. എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ മാധ്യമ പ്രവർത്തകരുടെ ഒപ്പീനിയൻ അല്ല, അതായത് മിലിറ്ററി ഉദ്യോഗസ്ഥർ, അതേപോലെ തന്നെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ, ഇവരുടെയൊക്കെ എക്സ്പേർട്ട് ഒപ്പീനിയൻ. ഇന്ത്യക്കുള്ളിൽ നടക്കുന്ന ചില കുത്തിത്തിരിപ്പ് പരിപാടികൾ, അതിൽ നമ്പർ 1 ഇലക്ഷന് വേണ്ടിയിട്ട് ഗവൺമെന്റ് തന്നെ സ്വന്തം ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്നുള്ള രീതിയിലുള്ള വാർത്തകൾ, അത് നമ്പർ 1. അതൊരു ഫേക്ക് നെറേറ്റീവാണ്. ആ രീതിയിലുള്ള നെറേറ്റീവ്സ്. അതേപോലെ തന്നെ ഈ പൊട്ടിത്തെറിച്ചവൻ അവൻ പ്രീ പ്ലാൻഡ് അല്ലായിരുന്നു, ജസ്റ്റ് അബദ്ധത്തിൽ, അതായത് അവൻ ആ സമയത്ത് പൊട്ടിക്കാനുള്ള യാതൊരുവിധ പ്ലാനിങ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അബദ്ധത്തിൽ വെപ്രാളത്തിൽ ഒരു പാനിക് മോഡിൽ പൊട്ടിച്ചതാണ് എന്നുള്ള രീതിയിലുള്ള ന്യായവാദം. അതായത് എനിക്ക് മനസ്സിലാവുന്നില്ല, ഈ രീതിയിലുള്ള ന്യായവാദങ്ങൾ ചില മാധ്യമങ്ങൾ നിരത്തുന്നുണ്ട്. അതുപോലെ തന്നെ NDTVയുടെ റിപ്പോർട്ടർ NIA ആ സ്പോട്ടിൽ എത്തുന്നതിന് മുമ്പ്, അതായത് ഒരു പൊട്ടിത്തെറി സംഭവിച്ചു, 4 സൈഡിലും റെസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ടേപ്പ് വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഒരു ബേസിക് നോളജ് ഉള്ള ഒരു മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിച്ചു കെട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അതിനകത്ത് കയറി പോകരുത്. ആ ഏരിയ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ ആ ഏരിയക്കുള്ളിലൊക്കെ പോയിട്ട് അതായത് ഈ പൊട്ടിത്തെറിച്ച വാഹനങ്ങളുടെ പാർട്സ് ഒക്കെ കയ്യിലെടുത്ത് ഉയർത്തി പിടിച്ചുകൊണ്ട് മീഡിയയിൽ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊരു കോമ്പറ്റീഷൻ, അതായത് ആരാണ് ആദ്യം വാർത്ത പറയുക എന്നുള്ള രീതിയിലുള്ള ഫ്ലാഷ് ന്യൂസ്, ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കാനുള്ള തത്രപ്പാടിലാണ് നമ്മളുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമം. അപ്പോൾ അതിനകത്താണെങ്കിൽ NDTVയുടെ ഒരു റിപ്പോർട്ടറാണ് ഈ പ്രവൃത്തി ചെയ്തത്. ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് വെളിയിൽ പറയുന്നതിനെ നമുക്ക് നാണക്കേടാണ്. കാരണം NIA എത്തുന്നതിന് മുമ്പ് യുവമാർ പോയി അവിടെ നിന്ന് സ്പെയർ പാർട്സുകളൊക്കെ പൊക്കി കാണിച്ചുകൊണ്ട് വീഡിയോ ഇടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രമാത്രം ഇല്ലിട്രസി ഉള്ള ആൾക്കാരെയാണ് ഈ മാധ്യമ പ്രവർത്തനത്തിൽ വെച്ചിരിക്കുന്നതാണ് നമുക്ക് ലജ്ജിക്കാം. കാരണം ഇയാളുടെ ഒരു ഫിംഗർ പ്രിന്റ് അതിനകത്ത് വരാനുള്ള സാധ്യതയുണ്ട്. ഇയാൾ ചവിട്ടുന്ന സ്ഥലത്ത് നിന്ന് ചില തലമുടികൾ ഇയാളുടെ ചെരുപ്പിലേക്ക്, ഇതേപോലത്തെ പല പ്രോപ്പർട്ടീസും ഇയാളുടെ ചെരുപ്പിലൂടെ അള്ളിപ്പിടിച്ചങ്ങ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള അവയർനെസ് പോലും ഇല്ലാണ്ടാണ് മാധ്യമപ്രവർത്തകർ ഈ രീതിയിലുള്ള സീനിൽ പോയിട്ട് കയറി ഇന്റർവെയിൻ ചെയ്യുന്നത്. ഇത് വളരെ മോശമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ജസ്റ്റിഫിക്കേഷൻ, എന്ത് ജസ്റ്റിഫിക്കേഷനാണ്? ഇവൻ അബദ്ധത്തിൽ പൊട്ടിച്ചതാണോ? ഫരീദാബാദിൽ നിന്നും ഈ വെടിമരുന്ന് കുത്തി നിറച്ച വണ്ടി എടുത്തുകൊണ്ട് ഇവൻ ഓൾ ദ വേ ഡ്രൈവ് ചെയ്ത് ഡൽഹി റെഡ് ഫോർട്ടിന്റെ മെട്രോ സ്റ്റേഷന്റെ പാർക്കിങ്ങിൽ വന്നിട്ട് 3 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കിടന്നിട്ട്, എന്നിട്ട് ആ 3 മണിക്കൂറും ഇവൻ ആരുടെയൊക്കെയോ സാറ്റലൈറ്റ് ഫോണിൽ കൂടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ 100% ഉറപ്പല്ലേ ഇവനെ ആരോ ഗൈഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അങ്ങനെ കിടന്നിട്ട് ഇവൻ വീണ്ടും വണ്ടി പതിയെ സ്ലോ ആയിട്ട് എടുത്ത് മുന്നോട്ട് പോയി സിഗ്നലിൽ വണ്ടികളോട് ഒരു വണ്ടി അടുപ്പിച്ച് ഇങ്ങനെ വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ നിൽക്കുന്ന ആ തിങ്ങിപ്പാർത്തിരിക്കുന്ന സമയത്ത് തന്നെ ഇത് പൊട്ടിക്കുക എന്നുള്ളത് ഇവന്റെ വണ്ടിക്കകത്ത് തന്നെയല്ലേ ലോഡ് ചെയ്തിരുന്നത്. പാനിക് മോഡിൽ ചെയ്താലും പാനിക് മോഡിൽ അല്ലാതെ ചെയ്താലും ഇത് തീവ്രവാദ പ്രവർത്തനമാണ്, അവൻ തീവ്രവാദിയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. അതിനൊരു സോഫ്റ്റ് ഫേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മാധ്യമം ശ്രമിക്കേണ്ട, അതിന് ഒരു ആവശ്യമില്ല. ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ഇതിനെ എങ്ങനെയാണ് കാണുന്നത് പറഞ്ഞാൽ ഇത് ഒരു ടേണിംഗ് പോയിന്റ് ഓപ്പറേഷൻ ആണ്. ഈ ടേണിംഗ് പോയിന്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഇന്റലിജൻസ് NIA
അതേപോലെ NSG ഉൾപ്പെടെയുള്ള നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ഇവരെല്ലാം തന്നെ ചേർന്നിട്ട് കൂട്ടായ പ്രവൃത്തിയിലൂടെ തുടരെ തീവ്രവാദികളെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ ഇവിടെ വെച്ചൊരു സ്റ്റോപ്പ് പോയിന്റ് ഇടാം. ഫർദർ ആയിട്ട് ഇതിന് മുകളിൽ പ്രവർത്തിക്കുന്ന ആരാണോ ഈ സാറ്റലൈറ്റ് ഫോണിൽ നിന്നും ഗൈഡൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു കൂട്ടരുണ്ടല്ലോ, ആ കൂട്ടരിലേക്ക് ഒരു ലീഡ് എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോപ്പിംഗ് പോയിന്റ് ആവാം ഇത്. ഈ രീതിയിൽ ആക്രമണം നടത്തണം എന്ന് തീരുമാനിച്ച് വന്ന ആൾ അവിടെ വന്നു, ആക്രമണം നടത്തി. അപ്പോൾ ആ മിഷൻ കംപ്ലീറ്റഡ്. ഇനി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ലീഡ് ചെയ്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തീവ്രവാദികളെ എത്തിപ്പിടിക്കാനുള്ള ഒരു കണ്ണിയായിരിക്കണം ഇവൻ എന്നുള്ള രീതിയിലുള്ള അനുമാനങ്ങൾ വരുന്നുണ്ട്. അത് ഡൽഹിയിൽ നടന്ന അപകടത്തിൽ ഏതാണ്ട് 13 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതുവരെ. അങ്ങനെ ടോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള ഈ ഡോക്ടേഴ്സ് തീവ്രവാദികൾ, ഈ ഡോക്ടർ തീവ്രവാദികളെല്ലാം തന്നെ ഇപ്പം പിടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഇവരിലൂടെ വീണ്ടും നമുക്ക് ലീഡ് എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇവരെല്ലാം തന്നെ ഉരുണ്ട് കളിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ പിടിക്കപ്പെട്ട ആൾക്കാരെല്ലാം ഇനി ഉമറാണ് പ്രധാനപ്പെട്ട ആളെന്ന് പറഞ്ഞിട്ട് ആക്കി തീർക്കും. മനസ്സിലായോ? ഇനി കൊടുക്കാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഇപ്പോൾ ഈ ഷഹീൻ എന്ന് പറഞ്ഞ ആ തീവ്രവാദി ലേഡി ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഈ പിടിക്കപ്പെട്ട ഡോക്ടർ അദീൽ ആയിക്കോട്ടെ, ഇവന്മാരെല്ലാം തന്നെ ഇനി പൊട്ടിത്തെറിച്ചവനുണ്ടല്ലോ ഉമർ, ഇവന്റെ പേരായിരിക്കും പറയുന്നത്. ഇവനാണ് ഇതെല്ലാം ലീഡ് ചെയ്തത്, ഇവനാണ് ഞങ്ങളുടെ തലവൻ, ഇവനാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ആക്കി തീർക്കും. അങ്ങനെ ആയിരിക്കും ഇവർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പോകുന്നത്. പക്ഷേ ഈ ഒമറിനെയും കൺട്രോൾ ചെയ്തിരുന്ന ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും NIA അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണങ്ങളിൽ മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അസീം മുനീറിന് ഈ ധൈര്യം കിട്ടിയത് എന്താണെന്ന് പറഞ്ഞാൽ നിലവിൽ അമേരിക്കയുമായിട്ട് കിട്ടിയ ഒരു ബന്ധം, ട്രംപുമായിട്ട് കിട്ടിയ ഒരു സുഹൃത്ത് ബന്ധം, പിന്നെ പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് കൊടുത്ത ഗാസ വാഗ്ദാനം, ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്റലിജൻസ് ഷെയറിംഗ്, അമേരിക്കയ്ക്ക് ഒരു പോർട്ട് കൊടുക്കാം എന്നുള്ള വാഗ്ദാനം, അതേപോലെ റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഡീലുകൾ, അത് കഴിഞ്ഞാൽ ക്രിപ്റ്റോ കറൻസി ഡീൽ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ട്രംപുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമേഴ്ഷ്യൽ ഡീലിംഗ് സംഭവിച്ചിട്ടുണ്ട്. ഈ കമേഴ്ഷ്യൽ ഡീലിംഗ് സംഭവിച്ചത് കൊണ്ട് തന്നെ ഇനി ഒരു 2 വർഷം കഴിയുമ്പോൾ പാകിസ്ഥാനിൽ അടുത്ത ഇലക്ഷൻ വെക്കേണ്ടതാണ്. അപ്പോൾ ആ ഇലക്ഷൻ വെക്കില്ല, ആ ഇലക്ഷൻ നടക്കുമെന്ന് തോന്നുന്നില്ല. ആ ഇലക്ഷൻ വരെ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങിയിട്ട് അടുത്ത 5 വർഷം പട്ടാള ഭരണം, അതായത് അസീം മുനീറിന്റെ നേതൃത്വത്തിൽ അടുത്ത 5 വർഷത്തേക്ക് അസീം മുനീർ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യും. അതായത് ടോട്ടലി ഒരു 10 വർഷം അവിടെ പദവിയിൽ തന്നെ തുടരാനുള്ള ഒരു ആഗ്രഹമാണ് അസീം മുനീറിനുള്ളത്. അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നാട് വിടും, ഇല്ലാന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ വീണ്ടും ഒരു 5 വർഷത്തേക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യും. അതാണ് അസീം മുനീറിന്റെ ഒരു പ്ലാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇസ്രായേലിനെ നോക്കുക. ഇസ്രായേലിന്റെ ഉള്ളിൽ നെതന്യാഹുവിന്റെ മേളിൽ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. പരമാവധി ആൾക്കാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. നെതന്യാഹു യുദ്ധമൊഴിയെ ബാക്കിയുള്ള ഏത് വിഷയത്തിൽ ഇടപെട്ടാലും ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്നും പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരാറുണ്ട്. പല സാഹചര്യങ്ങളിലും 70% ആൾക്കാർ വരെ നെതന്യാഹുവിനെ എതിർത്തിട്ടുണ്ട്. യുദ്ധം എന്ന് വരുമ്പോഴത്തേക്കും അവരെല്ലാം ഒറ്റക്കെട്ടാണ്. അല്ലാതെ അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥ റീസൺ എന്താണോ, തീവ്രവാദിക്ക് എന്താണോ വേണ്ടത്, അതുകൊണ്ട് തീവ്രവാദി നേട്ടങ്ങൾ കൊയ്യുകയും നമ്മൾ യഥാർത്ഥത്തിൽ തീവ്രവാദത്തിനെ ചേർത്ത് നിൽക്കുന്നതിന് പകരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞുകൊണ്ട് നമ്മൾ ഇതിനെ സ്വയം തോൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടും. ആ സാഹചര്യത്തിൽ നിന്നും നമ്മൾ മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തീവ്രവാദത്തിനെ എടുത്ത് മാറ്റി നിർത്തുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് ഉണ്ടാവേണ്ടത്. കുറേ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.